ഗൈസ് നമ്മൾ ഗുരുവായൂരെത്തി. മറ്റേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പം ലഗേജ് വെച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകാൻ നോക്കുവാണ്. അപ്പം നമ്മൾ ടാക്സിയിൽ നിന്ന് നേരെ വന്നിട്ട് ഇവിടെ ഷീ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിലൊരു ഡോർമെറ്ററി സെറ്റപ്പുള്ള സ്ഥലമുണ്ട്, അവിടെയാണ് എടുത്തിട്ടുള്ളത്. രണ്ടെണ്ണം ഉണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽസിനാണ്. ഒന്ന് ഗുരുവായൂരും മുനിസിപ്പാലിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉണ്ട്, ഷീ ലോഞ്ചും ഉണ്ട്. അതാണ് കുറച്ചുകൂടി പൈസ കുറവ്, പക്ഷേ അവിടെ എപ്പോഴും ഫില്ലാണ്. കുറേ കംപ്ലയിൻസ് ആണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടത്. ഇവിടെ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ വിളിച്ചപ്പോൾ തന്നെ റൂം ഉണ്ടായിരുന്നു, എല്ലാം പെട്ടെന്ന് തന്നെ ഓക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ 7 പേർക്ക് ഇങ്ങനെ ബെഡ് തരുകയോ ചെയ്ത് തന്നിട്ടുള്ളത്. ഇവിടെ 7 പേരാണുള്ളത്. 2-3 ഫാനുണ്ട്, പിന്നെ ചാർജിങ് സ്ലോട്ട് ഉണ്ട്, പിന്നെ ഇവിടെ കബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്പർ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാലും കിട്ടും. പിന്നെന്താ, പിന്നെ അപ്പുറത്ത് ബാത്റൂം ഉണ്ട്. ബാത്റൂം ഒക്കെ രണ്ട് ടോയ്ലറ്റും 2 ബാത്റൂമും ഉണ്ട്. അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെയാണ്, നല്ല ഇതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ രാവിലെ എത്തി ഉറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പം എന്ന് വെച്ചാൽ സമയം ഒരു 4 മണി 5 മണി ആയിട്ടുണ്ട്. നമ്മൾ 5 മണി വരെ കിടന്നുറങ്ങി. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാൻ റെഡി ആകുവാണ്. അപ്പോൾ റെഡിയായി സുന്ദരിയായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ ഒക്കെ നമ്മൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡൊന്നും നമ്മളിങ്ങനെ മീൻസ് ഈ പണ്ട് കാരണന്മാരെ പോലെയല്ല ഫുഡ് കഴിക്കും. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഇങ്ങനെയല്ല കഴിക്കും. ഇങ്ങനെ ഷെഡ്യൂൾ ഇങ്ങനെ മാറും. ഉറക്കം ഞാൻ കണ്ടില്ലേ 4 മണിക്ക് എണീക്കുന്നത്, ഷെഡ്യൂൾ ഇങ്ങനെ മാറും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാരണവരുണ്ട്, കാരണവരുത്തിക്ക് കറക്റ്റ് ഫുഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ട്. അത് നമ്മൾ മാറ്റാനാണ് നോക്കുന്നത്. ബാക്കിയെല്ലാവരും ഓക്കെയാ, ബാക്കിയെല്ലാവരും ഇത് കാരണവരുത്തിയാണ്, അതാണ് പ്രശ്നം. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ എപ്പോൾ ലാസ്റ്റ് ഫുഡ് എപ്പോൾ കഴിച്ചേ? ഇന്നലെ പോണ്ടിച്ചേരിയിൽ നിന്ന് വരുമ്പോൾ ലാസ്റ്റ് ഡിന്നർ കഴിച്ചതാ, അതാണ്. പിന്നെ ഇതിൽ കാണും, ഇട്ടിട്ടുണ്ട്, ഓഫ് കോഴ്സ് നിങ്ങൾ കാണും. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ബിസ്ക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ രാവിലെ അപ്പോഴും ഉറങ്ങി. ഇനിയിപ്പോൾ വൈകുന്നേരമായി, ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. പൈസ അപ്പം നമ്മൾ മസാല ദോശയും വടയും കോഫിയുമാണ് പറഞ്ഞത്. ശരവണ ഭവൻ, നമ്മുടെ ഈസ്റ്റ് നടേൻ്റെ അവിടെയുള്ള. അപ്പോൾ കഴിച്ചിട്ട് കാണാം. വെണ്ണ, പഴം, പഞ്ചസാര പൊടിച്ചത്, പിന്നെ കളബൊന്നും കഴിച്ചത്. കളബില്ല എൻ്റെ അടുത്ത്. കളബം, പഞ്ചസാര, വെണ്ണ, പഴം, ഇതാണ് നമ്മൾ തരും. ഗൈസ് 2 മണിക്കൂർ, രണ്ടല്ല എത്രയാ, 3.5 മണിക്കൂറത്തെ വെറുതെ ഇരിപ്പിന് ശേഷം അമ്പലത്തിൽ തൊഴുതു. ഹെക്റ്റിക്, ഭയങ്കര ഇതായിരുന്നു. കുറച്ച് നേരം തൊഴാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ 3 മണിക്കൂറും 4 മണിക്കൂറും അത് ക്യൂ നിന്നിട്ടാണ് തൊഴുതത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഗുരുവായൂരിലെ ബാക്കി ഷോപ്സും കാര്യങ്ങളൊക്കെ പൂട്ടി ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ തുറന്ന ഷോപ്പ് ഇപ്പോൾ ഐഫോൺ വീണു, നിങ്ങൾ അറിഞ്ഞു? വ്ളോഗ് എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഐഫോൺ തെറിച്ചുപോയി. അപ്പം നമ്മൾ ഇപ്പോൾ എല്ലാം ക്ലോസ് ആയി. നമ്മളിപ്പോൾ ഉള്ള കട ഒന്ന് നോക്കുന്നത് ഫുൾ പൂട്ടി. ഇപ്പോൾ ഉള്ള കട ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുറേ ഇവിടെ ഇങ്ങനെ കടകളിലെല്ലാം കയറി ഫുഡ് തപ്പി നോക്കട്ടെ. രാത്രിത്തെ ഫുഡ് ഇത്ര ശരിയായിട്ടില്ല. നല്ല നോൺ വെജ് ഒന്നുമില്ല, വെറും പൊറോട്ടയും കുറുമയായിരുന്നു. അതുകൊണ്ട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചിക്കൻ തിന്നാനുള്ളൊരു പൂതിയിൽ തോന്നിയ
ഗൈസ് ഇതാണ് നമ്മുടെ സെക്കൻഡ് സൈറ്റ്, ഗുരുവായൂർ. ഗുരുവായൂർ സിൽവർ ക്ലൗഡ് എന്ന് പറഞ്ഞ റിസോർട്ട്. നമ്മൾ രാവിലെ എന്ന് പറയുന്നത് രാത്രി തന്നെ എത്തി. നാളെ രാവിലെയാണ് പ്രോഗ്രാം, പക്ഷെ രാത്രി തന്നെ എത്തി. ഇനി ഇവിടെ ഉറങ്ങാം. ഇവിടെ വേണം പ്രകൃതി നോക്കിയിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഹാളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഉറങ്ങാം. ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ചെയ്യും. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ എങ്ങനെയുണ്ട് പ്രോഗ്രാമൊക്കെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ? എന്നാ ഒരു നോർമൽ അങ്ങനെയല്ലേനോ? ഒരിങ്ങനെ ഓക്കെ 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 നല്ല തന്നെ. വലിയ വള്ളികളൊന്നുമില്ലേ? ഫുഡ് പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. വേറെ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെയായിരിക്കും. ഫുഡ് ഉറക്കല്ലേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ദേശീയ ഉറങ്ങുന്നുണ്ടാവും. കണ്ണാടി വെച്ചാ അത് കന്നഡാക്കി. ഇത് ഒരു പാറാടം കറങ്ങുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഗൈസ് നമ്മൾ റെഡി ആവുകയാണ്. മുടി കെട്ടാൻ പോവുകയാണ്. തിരുവാതിരേൻ്റെ 8 കെട്ട് എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ റെഡി ആവുകയാണ്. മുടി ഞാനാണ് കെട്ടിക്കൊടുക്കുന്നത്. നമ്മുടെ തിരുവാതിരേൻ്റെ കോമ്പറ്റീഷനൊക്കെ സാധാരണ കലോത്സവത്തിൻ്റെ സമയത്തൊക്കെ 8 കെട്ടാണ് കെട്ടൽ. അത് തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ബ്ലൗസ് കാണാൻ. ഈ ലൊക്കേഷന് നല്ല മാച്ചായിരുന്നു. കാരണം രാവിലെ ഡേ ടൈമിന് നല്ലൊരു മാച്ചായിട്ടുള്ളൊരു ബ്ലൗസ് ആയിരുന്നു. മൊത്തത്തിൽ ഇവരെ കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗൈസ് ഈ പ്ലേസിൽ ഒടുക്കത്തെ അടിപൊളിയാണ്. ബുദ്ധി ഒരു ക്യാൻവാസ് പോലെ. ചായ കുടിക്കുകയാണ്. സമൂസ, ബജ്ജി എല്ലാം വെജാണ്. അവരത് അങ്ങോട്ട് പോയിട്ടുണ്ട്. തുടങ്ങിയില്ല. അങ്ങനെ കല്യാണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ബ്രാഹ്മിൻസ് കല്യാണമായിരുന്നു. അപ്പോൾ ബ്രാഹ്മിൻസ് ഫുഡ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ കഴിക്കാൻ ബ്രാഹ്മിൻ ഫുഡ്. അവരുടെ ഒരു സദ്യയുടെ ഒരു സ്റ്റൈൽ, ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ആയിരുന്നു. ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്. അപ്പോൾ നമ്മൾ തിരുവാതിര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഫൈനലി അവർ കളിക്കുവാണ്. ഡാൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയിൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല എക്സ്പ്രസീവായിട്ട് അവർ ചെയ്തു എല്ലാവരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ അവിടെ നിന്നില്ല. വേഗം ഒരു ഡാൻസ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അത് ചെയ്തിട്ട് നമ്മൾ നേരെ പാക്കിങ് തുടങ്ങി. ഫുൾ പാക്ക് ചെയ്യാൻ പോയി. പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് ആക്ച്വലി ബ്രാഹ്മിൻസിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ ബ്രാഹ്മിൻ ഫുഡാണ് ഉള്ളത്. ഞാൻ ഇതുവരെ ബ്രാഹ്മിൻ ഫുഡ് കഴിച്ചിട്ടില്ല. അവിടെയാണ് ഫുഡ്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ബ്രാഹ്മിൻ ഫുഡ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരുന്നു ഗ്രീൻ റൂമിലേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റെഡിയായി ഓൾമോസ്റ്റ് അവർ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുമ്പം കാണാം. അപ്പോൾ ബ്രാഹ്മിൻ ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗൈസ് ഇറ്റ്സ് ടൈം ഫോർ സദ്യ. നമുക്ക് നോക്കാം. ആവണി അത് എക്സ്പ്ലോർ ചെയ്യുന്നത്. എനിക്ക് ആവണി അത് എക്സ്പ്ലോർ ചെയ്യുന്ന കാണുന്നു. ആ 2 ജനറൽ ഇവൾ പോകാതെ ഇത്ര പറയുന്നില്ല. ഇവൾക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ സിറ്റുവേഷൻ. ഉറങ്ങാനും ഫുഡ് കഴിക്കാനും പറ്റാത്ത നീ അതെങ്ങനെയാ? ഉറങ്ങി ഫുഡ് കഴിക്കാനും പറ്റില്ല. നമുക്ക് പോലും ജനറൽ ആവുന്നില്ല. അത്രയും സീനാണ്.
ഇതാണ് ബ്രാഹ്മൺ സദ്യ. ചോദിച്ചു സാമ്പാർ, പരിപ്പ്, പഴം, പിന്നെ ചിപ്സ്, ഉപ്പേരി, അച്ചാറ്, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, നാരങ്ങ മറ്റേ പുളിങ്കറി, ഓലൻ. ഇതെന്താ സാധനം? അതെന്തൊരു അരച്ച കറി, ഇത് കൂട്ടുകറി, ഇതൊരു മധുരക്കറി, ഇത് ബീട്രൂട്ട് ചെടി, നല്ല കാബേജ് വറവ്, നല്ല അവിയൽ എന്നല്ല ഇത് തോരനും വേണേൽ പറയാം, പപ്പടം. അപ്പം എല്ലാം കൂട്ടി അടിക്കട്ടെ. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇല കണ്ട തിരിയും. പായസം എന്തൊക്കെയായിരുന്നു? അടപ്രഥമൻ, ബോളിയുണ്ട്, പഴമുണ്ട്, പപ്പടമുണ്ട്. ബോളി എനിക്ക് വലിയ ഇഷ്ടമല്ല ഇത്. ബോളി എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പിന്നെ കുറേ നാളായി കഴിച്ചിട്ട്, അതുകൊണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച്. എനിക്കിഷ്ടമല്ല ബോളി ബേസിക്കലി. ഞാൻ പിന്നെ കുറേ ആയി കഴിച്ചിട്ട്, അതുകൊണ്ട് ട്രൈ ചെയ്തെന്നു. കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. പ്രഥമൻ, പഴം, പപ്പടം, ഇത് കറക്റ്റ് റേഷ്യോയിൽ വന്നിട്ടില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് റേഷ്യോ ആയിരുന്നു. പപ്പടത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്തിയിട്ട് വെക്കണ്ടേ, പഴത്തിൻ്റെ ടേസ്റ്റ് അത്ര മുന്തണ്ട. ഇതൊരു ഇച്ചിരി മതി. പപ്പടമായിരിക്കണം ഹൈലൈറ്റ്. സീരിയസ്ലി കണ്ട ഹെവൻ. വന്നിട്ടില്ല. നമ്മൾ പർച്ചേസ് തുടങ്ങി. നമ്മൾ ഇന്നലെ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അനന്യേൻ്റെ അമ്മമ്മക്ക് ഭാഗവതം എന്ത് സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയിട്ടാണുള്ളത്. അനന്യേൻ്റെ അമ്മമ്മക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടല്ല. എനിക്ക് വേണം ബുക്ക്. സർവേശ്വര കൃഷ്ണ. ഗൈസ്, ഇതാണ് അനന്യ വാങ്ങിയത്. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. നീ എന്തിനാ വിഷ്ണു സഹസ്രനാമ സ്തോത്രം വാങ്ങിയേ? എനിക്ക് 24 മണിക്കൂർ മൊബൈലല്ലേ നിനക്ക്. ഈ പ്രിയങ്ക സ്റ്റോറിൻ്റെയും ഹരിചന്ദനത്തിൻ്റെയും ഒക്കെ വീഡിയോ, വേറെ ഷോർട്ട് വീഡിയോ, ഡീറ്റെയിൽ ഷോപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ വേറെ ഷോർട്സ് വഴി ഇടുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. തലവെക്ക്. ഈ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മളെവിടെയുള്ളത്? ഇന്ത്യൻ റെയിൽവേ ജനറൽ കമ്പാർട്ട്മെന്റ് ഇന്ത്യൻ റെയിൽവേ. കാപ്പിക്ക് പോയിട്ടിടാ ഒരു സൂചി കുത്താൻ സ്ഥലമില്ല ഗൈസ്. അപ്പം നമ്മൾ തിരിക്കുവാണ് വീട്ടിലേക്ക്. ഇനി ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇനിയൊന്നുമില്ല. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ പോയി എല്ലാം കഴിഞ്ഞിട്ട് നേരെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി നേരെ ഇപ്പോൾ കോഴിക്കോട് എത്താറായി, അല്ലേ? ഏകദേശം കോഴിക്കോട് എത്താറായി പോവാണ്. ബായ് കാണുന്നില്ല, ഞാൻ ബായ് പറഞ്ഞിട്ടില്ല.